ഫേസ് നല്ലോണം ഡള്ളായിരിക്കുകയാണ്. അടുത്ത എനിക്ക് ചെയ്തിട്ട് അവൾമാർക്ക് ചെയ്താൽ മതി. പിന്നെ നീക്ക് മാത്രം ഇങ്ങനെ സുന്ദരിയായിട്ട് നടന്നാൽ മതിയോ? ആരായത്? ആരാ കോൾ എടുക്ക് നീ? അർജന്റ് ഒന്നുമില്ല, അതാ മീരയാണ്. ചുമ്മാ നടന്ന് സെന്റി അടിച്ച് ഓരോന്നും പറയാൻ വേണ്ടി. അവളുടെ ഈ നെഗറ്റീവ് കേട്ട് കേട്ട് എന്റെ ലൈഫ് ഇപ്പൊ നെഗറ്റീവ് ആവാൻ തുടങ്ങി. എന്നാ നീ വിട്ടേക്ക്, എന്തിനാ ഉള്ള നെഗറ്റീവ് വിളിച്ചു കയറ്റുന്നത്? അതാ ഞാനും ഒന്നും വിട്ടത്. ഒന്ന് രണ്ട് തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതിപ്പോ റിപ്പീറ്റിൽ എപ്പോഴും ഇത് തന്നെ കേട്ട് 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 നമ്മളെ തല മൊത്തം നെഗറ്റീവ് ആയിപ്പോ. നിങ്ങളെ ഫ്രണ്ടായിട്ട് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയത്. പിന്നെ ഇപ്പൊ നല്ല കട്ട വൈബ്, എന്റെ അതേ വൈബുള്ള ഫ്രണ്ട്സിനെയും കിട്ടിയത് നിങ്ങളെ കിട്ടിയതിന് ശേഷമാണ്. അതൊക്കെ വിട്, അവളെന്തോ അവിടെ കുറച്ചേരം ഫോണും ഓഫ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ വലുത്. അടക്കമൊക്കെ കഴിഞ്ഞല്ലേ മോളെ? ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത്. അവക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചുകൂടായിരുന്നു. എന്തിനാ ഈ കടുങ്കയൊക്കെ ചെയ്തത്? ചേച്ചിയുടെ മീരേച്ചി അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് 3-4 ആഴ്ചയായിട്ട് ഞാനും തിരക്കായിരുന്നു. അതാണ് പിന്നെ അവൾ വിളിക്കുമ്പോൾ ഒന്നും കോൾ എടുക്കാൻ പറ്റായിരുന്നത്. ഒരു മിനിറ്റേ. ഇത് ഞാൻ മീരയുടെ വീട്ടിലാണ്. ഒരു അരമണിക്കൂർ ഞാൻ തവരുന്നു. ഓക്കെ ഓക്കെ. ഒരു അർജന്റ് കോളാ. വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് ഫ്രണ്ടിന്റെ വീട്ടില്. അതാ കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് രാത്രി പോവുള്ളായിരുന്നു. ചേച്ചി പൊയ്ക്കോ, ഇവിടെ ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ? അവളുടെ ചിതയെ എരിഞ്ഞു തീർന്നു. മോൾ ഓർക്കുന്നുണ്ടോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആരോടൊന്നും മിണ്ടാതെ റൂമും അടച്ചുപൂട്ടി ഒരേപോലെ ഇരുന്നതാ. അന്ന് എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ അവിടെ നോർമൽ ലൈഫിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് തന്നെയാണ് ചേച്ചി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത. ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് മനസ്സാൽ പാകപ്പെട്ട ഒരാളോ കൂടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷ കൊടുത്ത് ഇനി ഒരാളെ കൂടി വിശ്വസിക്കുക എന്നൊരു അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് പ്രയോറിറ്റി മാറുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നതും ആൾക്കൂട്ടത്തിൽ തനിച്ചാക്കുന്നതും. റിലേഷൻഷിപ്പിൽ മാത്രമല്ല ചേച്ചി, ഫ്രണ്ട്ഷിപ്പ് ആയാലും പാരൻസ് ആയാലും കസിൻസ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും അങ്ങനെ ഏത് ബന്ധമായാലും ആദ്യ വഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ ആരെയും നമ്മൾ കൂടെ കൂട്ടരുത്. അവരെ വിട്ടേക്ക്, അവരെ എഴുന്നേറ്റ് വന്നോളൂ. കുറ്റം പറയുന്നേയില്ല, അവൾക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. ചേച്ചി പൊയ്ക്കോ. എന്നാ ഞാൻ പോട്ടെ മോളെ, പിന്നെ വരാം.